പ്രണയമഴ ഭാഗം 18. അതുകൊണ്ട് കുറച്ചു ദിവസമെങ്കിലും അതിൽ നിന്നും അവനെ അകറ്റി നിർത്തുന്നതാണ് നല്ലത്. ടീച്ചറമ്മ ദീർഘനിശ്വാസം എടുത്തു. പതിയെ പതിയെ അവനെ മാറ്റിയെടുക്കണം. ആ അമ്മയുടെ ശബ്ദത്തിലെ വേദന ഭദ്രയ്ക്ക് വ്യക്തമായി മനസ്സിലായി. മോളെ വാ, ചായ കുടിക്കണ്ടേ? എന്താ ഇത്ര വൈകിയേ നിങ്ങള്? ടീച്ചറമ്മ ചോദിച്ചു. വായനശാലയിൽ ഒന്ന് പോയിരുന്നു, ഭദ്ര പറഞ്ഞു. അതെയോ, എന്നിട്ട് ബുക്ക് എടുത്തില്ലേ? ടീച്ചറമ്മ അവളെ കയ്യിലേക്ക് നോക്കി. ഭദ്ര ചെറുതായിട്ട് ചിരിച്ചു. ഞാൻ അന്വേഷിച്ച ബുക്ക് കിട്ടിയില്ല. അപ്പൊ നീ ജിതിനെ കണ്ടില്ലേ? ടീച്ചറമ്മ ചോദിച്ചു. ആ കണ്ടു, അവനോട് പറഞ്ഞിരുന്നില്ലേ? അവൻ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ. ഭദ്ര തലക്കുലുക്കി. നല്ല പയ്യനാണ്, ടീച്ചറമ്മ സ്നേഹത്തോടെ പറഞ്ഞു. പിന്നെ അവളുടെ തോളിൽ പതിയെ കൈവച്ചു. മോളെ പോയി ഫ്രഷ് ആയിട്ട് വാ. ഭദ്ര ചെറുതായി ചിരിച്ചു. പിന്നെ പതുക്കെ പടികൾ കയറി തന്റെ മുറിയിലേക്ക് നടന്നു. പക്ഷേ അവളുടെ മനസ്സിൽ അപ്പോഴും കറങ്ങിക്കൊണ്ടിരുന്നത് ഒരേ ഒരു പേര് മാത്രമായിരുന്നു, സാവിത്രി. എങ്ങനെയാണ് തനിക്കും സാവിത്രിയുടെ മുഖവുമായിട്ട് സാമ്യം വന്നത് എന്നായിരുന്നു അവളുടെ ചിന്ത. അവൾ റൂമിലേക്ക് കയറി വാതിലടക്കാൻ പോകുമ്പോഴാണ് ടീച്ചറമ്മ കാച്ചിക്കായി ഒരുക്കിയ മുറിയിലേക്ക് അവളുടെ കണ്ണുകൾ തിരഞ്ഞത്. വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് നല്ല വൃത്തിയായി ഒരുക്കിയിട്ടുണ്ട്. ബെഡിൽ പുതച്ച വെള്ള ബെഡ്ഷീറ്റ്, മേശപ്പുറത്ത് വെള്ളക്കുപ്പി, ഒരു വശത്ത് കൃത്യമായി മടക്കി വെച്ച ഡ്രസ്സുകൾ. ഇനി കുറച്ചു ദിവസം കാശി സാറ് ഇവിടെ തന്നെ ഉണ്ടാകും. ആ ചിന്ത വന്നതും ഭദ്രയ്ക്ക് അറിയാതെ ഒരു ദീർഘനിശ്വാസം വന്നു. ഹോസ്പിറ്റലിൽ പുള്ളി പേടിക്കണം, ഇനി വീട്ടിലും പേടിക്കണോ? അവൾ മനസ്സിൽ പറഞ്ഞു. ആ മനുഷ്യൻ ചിരിച്ചു പോലും സംസാരിക്കാറില്ല, എപ്പോഴും ഗൗരവം മാത്രം. ഇവിടെയും ഇങ്ങനെ ഗൗരവമുള്ള മുഖമായി നടന്നാൽ എങ്ങനെയായിരിക്കും എന്നോർത്തപ്പോൾ അവൾക്ക് ചെറുതായി ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവളുടെ മനസ്സ് ശാന്തമായി. ടീച്ചറമ്മയ്ക്ക് ആ മനുഷ്യനെ ഒത്തിരി ഇഷ്ടമാണ്. അവനെ പഴയ കാശിയാക്കി തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമല്ലേ ഇത്? അപ്പോ താനും കൂടെ നിൽക്കണ്ടേ? ഒരു മനുഷ്യനെ നാശത്തിലേക്ക് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്താൻ കഴിയെങ്കിൽ അതിലും വലിയ കാര്യം എന്താണ്? ആ ചിന്തയോടെ അവൾ സ്വന്തം റൂമിലേക്ക് കയറി. ഫ്രഷായി ഒരു സിമ്പിൾ കുർത്തയും ധരിച്ച് താഴേക്കിറങ്ങുമ്പോഴേക്കും ടീച്ചറമ്മ ചായയും സ്നാക്സും എടുത്ത് കൊണ്ടുവന്നിരുന്നു. അവളുടെ അടുത്ത് ശാന്തചേച്ചി ഉണ്ടായിരുന്നു. കാശിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താ ടീച്ചറമ്മേ? ശാന്തചേച്ചി ചോദിക്കുന്നതിനിടയിലാണ് ഭദ്ര അങ്ങോട്ട് വന്നത്. അവന് വൈകിട്ട് ചപ്പാത്തിയും ചിക്കനും ഒത്തിരി ഇഷ്ടമാണ്, ടീച്ചറമ്മ ചിരിയോടെ പറഞ്ഞു. പക്ഷേ ഇപ്പോ അതൊന്നും അവൻ കഴിക്കുന്നുണ്ടാവില്ല. ഭക്ഷണമേ കഴിക്കുന്നില്ല എന്ന് തോന്നുന്നു. പുറത്തു നിന്നല്ലേ, വീട്ടിൽ നിന്നും ഒന്നും കഴിക്കില്ലല്ലോ, സങ്കടത്തോടെ ടീച്ചറമ്മ പറഞ്ഞു. അത് കേട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഭദ്ര തല ഉയർത്തി നോക്കി. അല്ല ടീച്ചറമ്മേ, അന്ന് ഭദ്രമോൾ ഉണ്ടാക്കിയ ആ ചിക്കൻ കറിയില്ലേ, നാളികേരം വറുത്തരച്ചത്, അതുപോലെയൊന്ന് ഇന്നുണ്ടാക്കിയാലോ? ശാന്ത ചേച്ചി പറഞ്ഞു. ഭദ്ര ടീച്ചറമ്മയെ നോക്കി. അതെ മോളെ, ടീച്ചറമ്മയും അതിനെ ശരിവെച്ചു. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി, കാശിക്ക് ഇഷ്ടപ്പെടും. എനിക്ക് വീണ്ടും കഴിക്കാൻ കൊതി തോന്നുന്നുണ്ട്. എന്നാ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു തരാം, മോള് വന്ന് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയും ശാന്ത ചേച്ചിയും അടുക്കളയിലേക്ക് നടന്നു. ഭദ്ര ചായ കുടിച്ചു തീർത്ത് അവർക്കൊപ്പം ചേർന്നു. അടുക്കളയിൽ ശാന്ത ചേച്ചി എല്ലാം തന്നെ വൃത്തിയാക്കി വെച്ചിരുന്നു. പുറത്ത് മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു. അടുക്കളയ്ക്കുള്ളിൽ വിറകടുപ്പിൽ തീ കത്തുന്നു. അതിന്റെ ചൂടും മസാലയുടെ മണവും മഴയുടെ ശബ്ദവും ചേർന്ന് അടുക്കളയിൽ ഒരു പ്രത്യേക സുഖം നിറഞ്ഞിരുന്നു. ഭദ്രയാണ് കറി ഉണ്ടാക്കിയത്. ശാന്ത ചേച്ചിയും ടീച്ചറമ്മയും ഒപ്പം നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അടുക്കള വാതിക്കൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയത്. തിരിഞ്ഞു നോക്കിയ ഭദ്ര കണ്ടത് രൂപേഷിനെയാണ്. ആഹാ, അവൻ മൂക്ക് വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പുറത്ത് നല്ല മഴ, അടുക്കളയിൽ വിറകടുപ്പിൽ പാചകം, അതിന്റെ കൂടെ പരദൂഷണവും. കൊള്ളാലോ ഈ പെണ്ണുങ്ങളുടെ ലൈഫ്. അവൻ പറഞ്ഞതും ടീച്ചറമ്മ കണ്ണുകുരുക്കി നോക്കി. അതെ, ഞങ്ങൾക്ക് പരദൂഷണം പറഞ്ഞാൽ മതി. പക്ഷേ നിങ്ങൾ ആണുങ്ങൾ കൂടിയാൽ എന്താ? എങ്ങനെ കാശുണ്ടാക്കാം, എങ്ങനെ ഒരാളെ താഴെ വലിച്ചിടാം, അതാണ് നിങ്ങളുടെ ചർച്ച. എടാ കാശി ഇവിടെ? ടീച്ചറമ്മ ചോദിച്ചു. രൂപേഷ് പിന്നിലേക്ക് വിരൽ ചൂണ്ടി. ദേ ഹാളിൽ ഇരിക്കുന്നുണ്ട്, ഞാനൊരു ചായ വാങ്ങാൻ വന്നതാ. അപ്പോഴാ ഇവിടെ ഭയങ്കര രഹസ്യ യോഗം നടക്കുന്നത് കണ്ടത്. ഓഹോ, നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? ടീച്ചറമ്മ ചോദിച്ചു. ഇല്ല, ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ശാന്തേ, അവന് ചായയും സ്നാക്സും എടുത്തു കൊടുക്ക്. ഇവിടെ എന്താ നല്ല മണം വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രൂപേഷ് നേരെ അടുപ്പിന്റെ അടുത്തേക്ക് വന്നു. മൂടി പൊക്കി നോക്കിയതും അവന്റെ കണ്ണുകൾ വലുതായി. ആഹാ, ചിക്കൻ കറിയോ? ഇതെന്താ ഒരു പ്രത്യേക മണം? അത് ഭദ്രമോളുടെ സ്പെഷ്യലാണ്, ടീച്ചറമ്മ അഭിമാനത്തോടെ പറഞ്ഞു. ആണോ? രൂപേഷ് ഭദ്രയെ നോക്കി. എന്നാ ഇന്നൊരു കളക്കായിരിക്കും, രൂപേഷ് പ്രത്യേക രീതിയിൽ പറഞ്ഞു. ഈ നാട് വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്നെയല്ലേ? ടീച്ചറമ്മ പെട്ടെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഭക്ഷണമാണ്.
അത് കേട്ട് ശാന്ത ചേച്ചി ചിരിച്ചു. ഭദ്ര ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ആടാ, നിനക്കിപ്പോ എന്നെ വേണ്ടല്ലോ, അതുകൊണ്ട് എന്നെ മിസ് ചെയ്യില്ല നിനക്ക്. നോക്കിക്കോ, പ്രിയ കൊച്ചിങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിനക്ക്. നീ ഇങ്ങോട്ട് വരുന്നതിന് 2 ദിവസം മുമ്പ് നീ എന്നെ വീഡിയോ കോൾ ചെയ്തപ്പോ നിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാനത് പ്രിയയോട് പറയും, നോക്കിക്കോ, ടീച്ചറമ്മ പറഞ്ഞു. എന്റെ പൊന്നമ്മേ, ഞാൻ കുറച്ചു കാലം കൂടി സമാധാനമായിട്ട് ജീവിക്കട്ടെ. രൂപേഷ് തലയിൽ കൈവച്ചു. മോളെ, നിന്നെ വിളിക്കുമ്പോ നീയും പറയണം കേട്ടോ, നീയും കണ്ടു എന്ന്. ടീച്ചറമ്മ പറഞ്ഞതും ഭദ്ര ഒന്ന് മൂളി. പ്രിയ ഞങ്ങളെ രണ്ടുപേരെയും വിളിക്കാറുണ്ട്. ടീച്ചറമ്മ പറഞ്ഞതും എനിക്കറിയാം, നീയും സംഗീതയും പ്രിയയും കൂടി എന്തൊക്കെയോ പ്ലാനിങ് നടത്തുന്നുണ്ട് എന്ന്. രൂപേഷ് ഭദ്രയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതും എന്ത് പ്ലാനിങ്? ടീച്ചറമ്മ ആകാംക്ഷയോട് ചോദിച്ചു. അമ്മയോട് പറഞ്ഞില്ലേ? രൂപേഷ് ചോദിച്ചു. ഇല്ല, ഈ സൺഡേ എല്ലാം കൂടി പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനില്ലേ അവളോട് പറഞ്ഞു നമുക്കൊന്ന് പുറത്തു വെച്ച് കണ്ടാലോന്ന്. അപ്പൊ അവള് പറയാ പറ്റില്ല, ഞങ്ങള് ഭയങ്കര ബിസിയാണെന്ന്. ആരാണ് ഈ ഞങ്ങളെന്ന് ചോദിച്ചപ്പോ രൂപേഷ് ഭദ്രയെ ഇടം കണ്ണിട്ട് നോക്കി. ഞാനും ഭദ്രയും സംഗീതയും എന്നാ പറഞ്ഞത്. ഞാൻ എത്ര നാളുകൾക്ക് ശേഷം ഇവിടെ വരുന്നത്, അവളെ കാണുന്നത്. പക്ഷേ അവൾക്ക് എന്നെ കാണണ്ട. രൂപേഷ് സങ്കടം അഭിനയിച്ചു. ഭദ്ര ചിരി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എന്നോട് ഇങ്ങോട്ടാ പറഞ്ഞത്. ഓ, എന്തൊരു പാവം, രൂപേഷ് മുഖം കോട്ടി പറഞ്ഞു. അത് കണ്ട് ശാന്ത ചേച്ചി പൊട്ടിച്ചിരിച്ചു. എങ്ങോട്ടാ പോകുന്നേ? എന്നെ കൂട്ടുന്നില്ലേ? ടീച്ചറമ്മ ചോദിച്ചു. ടീച്ചറമ്മയും ഞങ്ങളുടെ കൂടെയുണ്ട്, ഭദ്ര പെട്ടെന്ന് പറഞ്ഞു. ആണോ? ടീച്ചറമ്മയുടെ മുഖം തെളിഞ്ഞു. എന്നാ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം. ടീച്ചറമ്മ പറയുന്നത് കേട്ട് അടുക്കളയിൽ മുഴുവൻ ചിരി നിറഞ്ഞു. വിറകടുപ്പിൽ കത്തുന്ന തീയുടെ ചുവന്ന പ്രകാശം ഭദ്രയുടെ മുഖത്തും പതിഞ്ഞിരുന്നു. ചൂടേറ്റത് കൊണ്ടാവാം അവളുടെ കവിളുകൾ ചുവന്നിരുന്നു. നെറ്റിക്കരികിൽ ചെറുതായി വിയർപ്പ് തുള്ളികൾ മിന്നി നിന്നു. അവൾ ശ്രദ്ധയോടെ ചിക്കൻ കറി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കള വാതിക്കൽ കാശി വന്നത്. എന്താ ഇവിടെ? ആ ശബ്ദം കേട്ടതും എല്ലാവരുടെയും നോട്ടം അങ്ങോട്ട് തിരിഞ്ഞു. കാശി. വാതിക്കൽ നിൽക്കുന്ന അവന്റെ കണ്ണുകൾ ആദ്യം പോയത് ഭദ്രയിലേക്കായിരുന്നു. കയ്യിൽ കരണ്ടി പിടിച്ച് തീയുടെ അടുത്ത് നിൽക്കുന്ന അവൾ, മുഖം മുഴുവൻ ചൂടിൽ ചുവന്ന് വിയർപ്പിൽ നനഞ്ഞ അവസ്ഥ. ഒരു നിമിഷം അവൻ അങ്ങനെ തന്നെ നോക്കി നിന്നു. ഭദ്രയ്ക്കും ആ നോട്ടം മനസ്സിലായി. അവൾ പെട്ടെന്ന് തല തിരിച്ച് വീണ്ടും കറിയിലേക്ക് ശ്രദ്ധിച്ചു. അത് കണ്ട രൂപേഷ് ചിരിച്ചു. ഒന്നുമില്ലടാ, ഇവിടെ ഒരു വലിയ പരാതി നടക്കുക. ഇവന്റെ പെണ്ണ് ഇവനെ മൈൻഡ് ചെയ്യില്ലെന്ന് ടീച്ചറമ്മ പറഞ്ഞു. രൂപേഷ് കണ്ണുരുട്ടി. അതേടാ, ഇവളുമാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. നമ്മൾ ചങ്ക് തുറന്ന് കാണിച്ചാലും ഇവർ പറയും ചെമ്പരത്തിപ്പൂവാണെന്ന്. അത് കേട്ടതും നീ ആരാടാ ചങ്ക് തുറന്ന് കാണിക്കാൻ? ഹനുമാനോ? ടീച്ചറമ്മ ചോദിച്ചതും അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു. ആ ചിരി കാശിയിലും ഉണ്ടായിരുന്നു. നിനക്ക് വേറെ ജോലിയില്ലല്ലേ രൂപേഷേ? ടീച്ചർ വീണ്ടും കളിയാക്കിയതും അവൻ മുഖം വീർപ്പിച്ചു നിന്നു. അപ്പോഴേക്കും ശാന്ത ചേച്ചി 2 കപ്പ് ചായയും സ്നാക്സും കൊണ്ടുവന്നു. ഇതാ, ആദ്യം ഇത് കുടിക്ക്. കാശിയും രൂപേഷും ചായക്കപ്പ് വാങ്ങി. നിങ്ങൾ അവിടെ പോയിരുന്നോ? ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, ടീച്ചറമ്മ പറഞ്ഞു. പക്ഷെ രൂപേഷ് അതൊന്നും കേൾക്കാതെ അടുപ്പിന്റെ അടുത്തേക്ക് കയറി. ആഹാ, എന്തൊരു മണോ ഇത്! അവൻ കറിയിലേക്ക് നോക്കി, കണ്ണ് വലുതാക്കി. ഭദ്രമോളുടെ സ്പെഷ്യലാ, ടീച്ചറമ്മ അഭിമാനത്തോടെ പറഞ്ഞു. എന്നാ ടേസ്റ്റ് നോക്കട്ടെ. രൂപേഷ് മുന്നോട്ട് വന്നതും ഭദ്ര ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് കറിയെടുത്ത് അവനെ നീട്ടി. ചൂടുണ്ട്, അവൾ മുന്നറിയിപ്പ് നൽകി. അത് പ്രശ്നമില്ല. രൂപേഷ് ഊതിക്കൊണ്ട് ഒരു കഷ്ണം വായിലിട്ടു. അടുത്ത നിമിഷം തന്നെ അവന്റെ കണ്ണുകൾ വിടർന്നു. അയ്യോ! അവൻ ആവേശത്തോടെ ഭദ്രയെ നോക്കി. ഇതെന്താ ഇതിലിട്ടിരിക്കുന്നേ? ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ഭദ്ര ചെറുതായി ചിരിച്ചു. അതൊരു പൊടിക്കൈയുണ്ട്, ടീച്ചറമ്മ രഹസ്യമായി പറഞ്ഞു. ഇതിന് ചപ്പാത്തിയേക്കാൾ പുട്ടായിരിക്കും കോമ്പിനേഷൻ, രൂപേഷ് പറഞ്ഞു. അതെങ്ങനെയാ? ടീച്ചർ ചോദിച്ചു. കാശി, നീ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയേ. അവൻ പ്ലേറ്റിൽ ഒരു കഷ്ണം എടുത്ത് കാശിയുടെ അടുത്തേക്ക് നീങ്ങി. കാശി ആദ്യം പ്ലേറ്റിലേക്കും പിന്നെ ഭദ്രയിലേക്കും നോക്കി. അവൾ അപ്പോഴും തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ അവളുടെ ചെവികൾ അവന് പറയാനുള്ള മറുപടിക്ക് കാത്തിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. വായ് തുറക്കടാ എന്ന് പറഞ്ഞ് രൂപേഷ് കറി കാശിയുടെ വായിലേക്കിട്ടു. പെട്ടെന്നായതുകൊണ്ട് കാശിക്ക് എതിർക്കാനും കഴിഞ്ഞില്ല. അവൻ പതുക്കെ അത് ചവച്ചു. മുന്നിൽ രൂപേഷ്, ടീച്ചറമ്മ, ശാന്ത ചേച്ചി എല്ലാവരും അവന്റെ മറുപടിക്കായി കാത്തുനിന്നു. ഭദ്ര മാത്രം പുറം തിരിഞ്ഞു നിന്നെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ അവിടെയായിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം കാശി ശാന്തമായി പറഞ്ഞു. പുട്ടായിരിക്കും നല്ലത്. രൂപേഷ് വിജയിച്ച ആളെ പോലെ ചിരിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? ടീച്ചറമ്മയും സന്തോഷത്തോടെ തലകുലുക്കി. എന്നാ ശാന്തേ, ഇന്ന് പുട്ട് മതി. കാശി പിന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവന്റെ കണ്ണുകളിൽ ചെറിയൊരു മാറ്റം ടീച്ചറമ്മ കണ്ടിരുന്നു. അവൻ ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ മാത്രം അവന്റെ കണ്ണുകളിൽ അങ്ങനെ ഒരു തെളിച്ചം വരാറുണ്ട്.
അത് കണ്ട ടീച്ചറമ്മയുടെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം നിറഞ്ഞു. അല്പസമയത്തിന് ശേഷം ശാന്തചേച്ചി പോയി. പോകുമ്പോൾ ശാന്തചേച്ചിക്കുള്ള കറിയും ടീച്ചറമ്മ കൊടുത്തു വിട്ടു. ഭദ്ര വേഗം കുളിച്ച് ഒരു സിമ്പിൾ കുർത്ത ധരിച്ച് താഴേക്ക് വന്നു. ടീച്ചറമ്മയ്ക്കൊപ്പം പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുമ്പോൾ വീട് മുഴുവനും ഒരു ശാന്തത നിറഞ്ഞിരുന്നു. അന്നേരം തന്നെയായിരുന്നു കാശിയും രൂപേഷും ഫ്രഷായി താഴേക്ക് വന്നത്. പൂജാമുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഭദ്രയെ കണ്ട നിമിഷം കാശിയുടെ കണ്ണുകൾ അവളിൽ തങ്ങി നിന്നു. നെറ്റിയിൽ ഒരു ചെറിയ ഭസ്മക്കുറി മാത്രം. കുളിച്ചിറങ്ങിയതിന്റെ നനവ് ഇനിയും മുടിയിലുണ്ടായിരുന്നു. അഴിച്ചിട്ട മുടി തോളിലേക്ക് വീണ് കിടക്കുന്നു. ആ കാഴ്ച ഒരു നിമിഷം അവനെ അനങ്ങാതെയാക്കി. എന്തോ ഒരു അപരിചിതമായ വികാരം ഉള്ളിലൂടെ കടന്നുപോയി. പെട്ടെന്ന് തന്നെ അവൻ നോട്ടം മാറ്റി. അവിടെ നിൽക്കാൻ പറ്റാത്തതുപോലെ പുറത്തേക്ക് നടന്നു. പുറത്ത് സന്ധ്യ മായുകയായിരുന്നു. മഴ പെയ്യാനിരിക്കുന്ന ആകാശം, കാറ്റിൽ നനവിന്റെ മണം. മുറ്റത്തെ ചെടികൾക്കിടയിലൂടെ ചെറിയ ലൈറ്റുകൾ തെളിഞ്ഞു നിന്നു. കാശി പതുക്കെ അവിടേക്കൂടെ നടന്നു. രാവിലെ ഭദ്ര ഓരോ ചെടിയും തൊട്ടുനോക്കി നടക്കുന്നത് അവൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവനും അതുപോലെ തന്നെയായിരുന്നു. ഓരോ ചെടിയുടെയും ഇലകളിൽ മഴത്തുള്ളികൾ മിന്നി നിന്നു. മുല്ലപ്പൂവിന്റെ മണം കാറ്റിനൊപ്പം അവന്റെ മുഖത്തേക്ക് വന്നു തട്ടി. അവൻ അറിയാതെ നിശ്ചലമായി നിന്നു. ഇത്ര നാളായി താൻ എന്തൊക്കെയോ മറന്നു പോയിരുന്നുവെന്ന് അവന് തോന്നി. ഒരു വീട്ടിലെ സ്നേഹം, അടുക്കളയിലെ ചൂട്, വൈകുന്നേരത്തെ വിളക്ക്, ആളുകളുടെ ചിരി, അതിൽ നിന്നും എത്രയോ അകലെയായിരുന്നു താൻ. ആ ചിന്തയോടെ കാശി പതിയെ കണ്ണടച്ചു. അകത്തു നിന്ന് ഭദ്രയുടെയും രൂപേഷിന്റെയും ചിരിശബ്ദം കേൾക്കാമായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും രൂപേഷ് പുറത്തേക്ക് വന്നത്. നീ ഇങ്ങോട്ട് വരില്ലേ, ഞാൻ വെച്ചിട്ടുണ്ട്, ടീച്ചറമ്മ വിളിച്ച് പറയുന്നുണ്ട്. കാശി തിരിഞ്ഞ് അവനെ നോക്കി. എന്താടാ, നാണോ ഇല്ലല്ലോ, ഈ പ്രായമായിട്ടും ഓടിക്കളിക്കാണോ? കാശി ചിരിയോടെ ചോദിച്ചു. ഇല്ലടാ. രൂപേഷിന്റെ ശബ്ദം പതിയെ മാറി. അവളില്ലേ, ഭദ്ര. അവൻ വീടിനുള്ളിലേക്ക് ഒന്ന് നോക്കി. അവളുടെ മുഖത്തെ ചിരി കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷാണെന്നറിയോ? കാശി ഒന്നും മിണ്ടാതെ കേട്ടു നിന്നു. ഒരുപാട് അനുഭവിച്ചവളാ, രൂപേഷ് പതുക്കെ പറഞ്ഞു. അവൾ ഇപ്പോഴാണ് വീണ്ടും ചിരിക്കാനൊക്കെ തുടങ്ങുന്നത് എന്ന് കഴിഞ്ഞ ദിവസം സംഗീത പറഞ്ഞിരുന്നു. എനിക്കും അത് തോന്നി. അവന്റെ വാക്കുകൾ കേട്ട നിമിഷം കാശിയുടെ മനസ്സിലേക്ക് അടുക്കളയിൽ ചിരിച്ചു നിൽക്കുന്ന ഭദ്രയുടെ മുഖം തെളിഞ്ഞു. വിറകടുപ്പിന്റെ തീയുടെ വെളിച്ചത്തില് ചുവന്ന അവളുടെ കവിളുകൾ. അവൻ അറിയാതെ മിണ്ടാതെയായി. അത് മനസ്സിലായതുപോലെ രൂപേഷ് അവനെ നോക്കി. നിനക്കറിയോ ഈ ഭദ്രയുടെ കഥ? കാശി പതുക്കെ തല തിരിച്ച് അവനെ നോക്കി. സംഗീത എന്നോട് പറഞ്ഞിരുന്നു. രൂപേഷ് തുടർന്നു. ആദ്യം അമ്മയെ വിളിച്ചാണ് അവൾ സംസാരിച്ചത്. ഇങ്ങനൊരു കുട്ടിയുണ്ട്, അവൾക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന്. കാശിയുടെ നെറ്റി ചെറുതായി ചൊളിഞ്ഞു. രൂപേഷും കാശിയും പതുക്കെ മുറ്റത്തുകൂടി നടന്നു. അമ്മയാ ആദ്യം പറഞ്ഞത്, ഇങ്ങോട്ട് വിട്ടോളൂ, ഞാൻ നോക്കിക്കോളാന്ന്. കാശി ശാന്തമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. പിന്നെ എന്നോട് സംസാരിച്ചു. ഞാനാണ് നിന്റെ ഹോസ്പിറ്റലിൽ ഒരു ജോലിക്കാര്യം പറഞ്ഞത്. അങ്ങനെ സംഗീത അവളെ ഇവിടെ എത്തിച്ചു. രൂപേഷ് ഒരു ദീർഘനിശ്വാസം വിട്ടു. ഈ ഭദ്ര നേഴ്സിംഗ് പഠിച്ച് ജോലിക്ക് കയറാൻ നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം. വീട്ടിലെ അച്ഛനും അമ്മയും 2 അനിയത്തിമാരും. സാധാരണ കുടുംബം. അച്ഛൻ കോൺട്രാക്ടർ ആയിരുന്നു. അപ്പോഴാണ് ശ്യാമിന്റെ വിവാഹാലോചന വരുന്നത്. ബാങ്കിലെ ജോലി, നല്ല ശമ്പളം. അവളുടെ വീട്ടുകാർക്ക് തോന്നി മോളുടെ ജീവിതം സുരക്ഷിതമാകുമെന്ന്. അന്വേഷിച്ചപ്പോൾ ശ്യാമിനെ പറ്റി ആരും മോശമൊന്നും പറഞ്ഞില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞതോടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. വിവാഹം കഴിഞ്ഞതും ആദ്യം അവൻ ചെയ്തത് അവളെ എല്ലാവരിൽ നിന്നും അകറ്റുക എന്നതായിരുന്നു. ഫ്രണ്ട്സിൽ നിന്നും, വീട്ടുകാരിൽ നിന്നും, പുറത്തുള്ള ലോകത്തിൽ നിന്നൊക്കെ. അവൻ ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. ഭദ്ര അവനോട് മാത്രം സംസാരിക്കണം, അവന്റെ ലോകത്ത് മാത്രം ജീവിക്കണം. പക്ഷേ ആ പാവം പെണ്ണ് എന്താ വിചാരിച്ചതെന്നറിയോ? അത് അവൻ അവളോടുള്ള സ്നേഹമാണെന്നാണ്. രാവിലെ അവൾ ജോലിക്ക് കൊണ്ടുപോകും, വൈകിട്ട് തിരികെ കൊണ്ടുവരും. ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പോലും അവസരം കൊടുക്കില്ല. അവൾ പതിയെ പതിയെ അവന്റെ ലോകത്തിനുള്ളിൽ ഒതുങ്ങിപ്പോയി. പിന്നെയാ പ്രശ്നങ്ങൾ തുടങ്ങിയത്. രൂപേഷിന്റെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞു. മീര. കാശി തല തിരിച്ച് അവനെ നോക്കി. ശ്യാമിന്റെ അമ്മാവിന്റെ മകൾ. അവൾക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു. അവൾ ബാങ്കിലേക്ക് വന്നത് മുതൽ ശ്യാം മാറി തുടങ്ങി. ഭദ്രയെ ജോലിക്ക് കൊണ്ടുപോകുന്നതും നിർത്തി. സംസാരം കുറഞ്ഞു. ഇവിടെയാണെങ്കിൽ ആ പാവം രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് രാവിലെ കഴിക്കാനുള്ളതും ഉച്ചയ്ക്കുള്ളതും എല്ലാം ഉണ്ടാക്കി വെച്ച് ആ വീട്ടിലെ സകല പണിയും തീർത്താണ് ജോലിക്ക് പോകുന്നത്. ജോലിയും കഴിഞ്ഞ് വന്ന് വീണ്ടും രാത്രിക്കുള്ള ഭക്ഷണവും എല്ലാം ഉണ്ടാക്കും. കിടക്കാൻ പോകുന്നത് പോലും ഒരുപാട് വൈകിയാണ്. വെളുപ്പിന് എഴുന്നേൽക്കുകയും ചെയ്യും. ശ്യാമിന്റെ അമ്മ, സഹോദരി, സഹോദരൻ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം. പക്ഷെ ആരും അവളെ നോക്കിയില്ല. കാശിയുടെ കൈകൾ മുറുകി.
ഒരു കുഞ്ഞിലെന്ന പേരിൽ പോലും അവളെ കുറ്റപ്പെടുത്തിയില്ല. അതുകൂടിയായപ്പോൾ അവൾക്ക് അവനോടുള്ള സ്നേഹം കൂടി. പലരും പറയുന്നുണ്ടെങ്കിലും തന്നെ അവൻ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ എന്നായിരുന്നു അവൾ സംഗീതയോട് പറഞ്ഞത്. പിന്നെ അവൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. സംഗീത ശ്യാമിനെയും മീരയെയും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടെന്ന് അവളോട് പറഞ്ഞു. ആദ്യം അവൾ വിശ്വസിച്ചില്ല. പക്ഷെ പിന്നെ അവളും കണ്ടു തുടങ്ങി. അതിനുശേഷമാണ് അത് സംഭവിച്ചത്. അവൻ പതുക്കെ തല കുലുക്കി. ഒരു പെണ്ണിനെ തകർക്കാൻ ആ ഒരു സംഭവം മതി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സ്റ്റോറിയുമായിട്ട് വേഗം കാണാവേ. ബൈ.